ഇന്നൊരു മാരേജിന് പോകണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അബീനിയും കാത്ത് ബൈപ്പാസിൽ നിൽക്കുകയായിരുന്നു. അവരാണെങ്കിൽ സ്വിഗ്ഗി ഓടാൻ പോയതാണ്. അപ്പോൾ ഒരു വർക്കും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ കാത്തു നിൽക്കുമ്പോഴാണ് അവൻ വന്ന്. അവൻ പറഞ്ഞു ഒരൊറ്റ ഡെലിവറിയും കൂടി ബാക്കിയുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു നീയും കൂടെ വാ, ഞാൻ നമുക്ക് പെട്ടെന്ന് തീർക്കാമെന്ന്. അങ്ങനെ ഞാനും കരുതി എന്തായാലും വെറുതെ ബൈപ്പാസിൽ ഇരിക്കല്ലേ, അവൻ്റെ കൂടെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നേരെ വിട്ടു. ചേവായുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് പിക്ക് ചെയ്യാണ്ടായിരുന്നത്. അങ്ങനെ അധികം സമയമില്ലാത്തതുകൊണ്ട് വണ്ടി വേഗം കത്തിച്ചു വിട്ടു. അങ്ങനെ 20,000 മുതലാകുമോ? സേവനം അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവൻ ഉള്ളിൽ പോയി ഫുഡൊക്കെ എടുത്ത് വന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. അധിക സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ പരിപാടി അവിടെ നിന്ന് കഴിഞ്ഞിരുന്നു. നേരെ ബാഗിലാക്കി അവിടുന്ന് വണ്ടി എടുത്ത് നേരെ ലൊക്കേഷൻ നോക്കിയപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ ഒരു ഭാഗത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു അങ്ങോട്ടേക്ക് കത്തിച്ചു വിട്ടു. ഞങ്ങൾ ഓർഡറൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല മഴ വരുന്നുണ്ടായിരുന്നു. മഴയ്ക്ക് മുന്നേ എങ്ങനെയെങ്കിലും പരിപാടി തീർക്കണമെന്ന് വിചാരിച്ചു. കാരണം മഴ പെയ്താൽ മൊത്തം നനഞ്ഞ ആകെ അലമ്പാവും. പക്ഷേ അഭി പറയുന്നത് ശരിക്കും ഡെലിവറിക്ക് പോകുന്ന സമയത്ത് മഴ ഉണ്ടാകണം, മഴ ഉണ്ടായാൽ നല്ല ലാഭമാണെന്ന് അവൻ പറയുന്നത്. കാരണം റെയിൻ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ അത്ര ലാഭമില്ല എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വണ്ടി കത്തിച്ച് വിട്ടു. അങ്ങനെ കുറച്ച് ഉള്ളോട്ടേക്കുള്ള സ്ഥലത്തായിരുന്നു വീട്. അതുകൊണ്ട് ആദ്യം കുറച്ചൊന്ന് കറങ്ങി, എന്നാലും അധികം ബുദ്ധിമുട്ടാതെ വീട് കണ്ടുപിടിച്ചു. സാധനം കൊടുത്തു. ചെറിയ ഓർഡർ ആയതുകൊണ്ട് 20 രൂപയാണ് കിട്ടിയത്. അവൻ പറഞ്ഞു ഇപ്പോൾ ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 30 രൂപ ബോണസും കിട്ടിയിട്ട് 50 രൂപ കൈ കയറുമായിരുന്നു. പിന്നെ മഴ ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് ബൈപ്പാസിലേക്ക് എത്തി. അപ്പോഴേക്കും ഭീമനൊക്കെ അവിടെ കാത്ത് ക്ഷമ നശിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു.